ഹിന്ദുത്വ വംശീയതയ്ക്കെതിരെ സോളിഡാരിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച യുവജന റാലിയുടെ ഭാഗമായി നടക്കുന്ന ഒരു പൊതുസമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഏറെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യത്തെ മുസ്ലിം ജനതയുടെ അസ്തിത്വത്തെ തന്നെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന, നിരന്തരം വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് എന്തിനാണ് ഇങ്ങനെ ഒരു രാജ്യത്ത് ഈ സംഘപരിവാർ ക്രൂരതകൾക്കെതിരെ നിയമം കൊണ്ടുപോലും പ്രതിരോധിക്കാനാവാതെ ഇങ്ങനെ ഒരു മുസ്ലിം സമുദായത്തിൽ അംഗമായി ജനിച്ച് ഇങ്ങനെ ഇവിടെ ജീവിക്കുന്നു എന്ന് പോലും ചിന്തിക്കാവുന്ന ഒരു കാലത്ത്, ഈ നെറികെട്ട കാലത്ത് ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടിയെങ്കിലും സംഘടിപ്പിച്ച് സംഘപരിവാർ ഭീകരതയ്ക്കെതിരെ, സവർണ ഹൈന്ദവത അഥവാ ഹിന്ദുത്വ വംശീയതയ്ക്കെതിരെ ഇങ്ങനെ ഉറക്കെ തുറന്ന് സംസാരിക്കാനുള്ള, ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറയാനുള്ള വേദികൾ ഉണ്ടാക്കിയ സോളിഡാരിറ്റിയുടെ ഈ പ്രതിരോധ പ്രവർത്തനം വളരെ വളരെ അഭിനന്ദനാർഹമാണ്. പ്രിയമുള്ളവരെ, ഈ സോളിഡാരിറ്റി നടത്തിയ ഈ പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമാവാൻ ഒരു എളിയ കലാകാരൻ എന്ന നിലയിൽ എന്നെ ക്ഷണിച്ചതിലും അതിനപ്പുറം കഴിഞ്ഞ പിന്നിട്ട കാലങ്ങളിൽ സവർണ ഹൈന്ദവതയുടെ ക്രൂരമായ ഇടപെടലുകൾക്കെതിരെ കൃത്യമായ പ്രതിഷേധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന കൊടുങ്ങല്ലൂർ ശ്രീനാരായണ ദർശനവേദിയുടെ പ്രവർത്തനം എന്ന നിലയിലും, അതോടൊപ്പം തന്നെ കൃത്യമായ ബാബറി മസ്ജിദ് പൊളിച്ച് അവിടെ ശ്രീരാമക്ഷേത്രം ഉൾപ്പെടെ പണിതപ്പോൾ ബാബറി മസ്ജിദ് മാത്രമാണ് നീതി എന്ന് പ്രഖ്യാപിച്ച ശ്രീനാരായണ മാനവധർമ്മം കൂട്ടായുടെ അംഗമെന്ന നിലയിലും സോളിഡാരിറ്റിയോട് ആദ്യമേ ഞാൻ നന്ദി പറയട്ടെ. പ്രിയപ്പെട്ടവരെ, എന്നെ ഇവിടെ അഭിസംബോധന ചെയ്ത ചലച്ചിത്ര സംവിധായകൻ എന്ന് പറഞ്ഞാണ്. ചലച്ചിത്ര സംവിധായകൻ എന്നൊരു ക്യാപ്ഷൻ അല്ലെങ്കിൽ തലക്കെട്ട് സത്യത്തിൽ അനുയോജ്യമാവുക ഒരുപക്ഷെ 2 മാസത്തിനുള്ളിൽ ഞാൻ ചെയ്ത ഒരു കുഞ്ഞു സിനിമ പുറത്തിറങ്ങാൻ പോകുന്നുണ്ട്. അതും ഇത്തരത്തിൽ ഞാൻ നോക്കിക്കാണുന്നത് ഹിന്ദുത്വ വംശീയ ഭീകരതയ്ക്കെതിരായി കൂടിയുള്ള ഒരു സിനിമയായിട്ടാണ്. ഹിന്ദുത്വ വംശീയ ഭീകരതയെ പോലെ തന്നെയാണ് ഞാൻ ഈ രാജ്യത്ത് ദളിതനും പിന്നോക്കക്കാരനും മുസ്ലിമിന്റെയും തലമുറയ്ക്ക് അവരുടെ കുട്ടികളെ, അവരുടെ കുഞ്ഞുമക്കളുടെ ജീവിതം തകർക്കുന്ന, അവരുടെ ഭാവി തലമുറകളെ ഇല്ലാതാക്കുന്ന സവർണ സംവരണത്തിനെതിരായ ഒരു കുഞ്ഞു സിനിമയാണ് ഞങ്ങൾ പുറത്തിറക്കാൻ പോകുന്നത്. ആ സിനിമ ക്രൗഡ് ഫണ്ടിങ്ങോടുകൂടിയൊക്കെയാണ് ആരംഭിച്ചത്. ഞങ്ങളുടെ നാട്ടിലെ NDAK പള്ളി എന്ന് അവകാശപ്പെടുന്ന ഈ രാജ്യത്തെ ആദ്യത്തെ മസ്ജിദായ ചേരമാൻ ജുമാ മസ്ജിദിൽ നിന്നും ഫണ്ട് ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ആ സിനിമ ആരംഭിച്ചത്. അതോടൊപ്പം തന്നെ നാരായണ ഗുരു സമാധി അടഞ്ഞ, ബ്രിട്ടീഷുകാരാണ് എനിക്ക് സന്യാസം തന്നതെന്ന് പറഞ്ഞ, രാമന്റെ കാലത്തായിരുന്നെങ്കിൽ നമുക്ക് സന്യസിപ്പിക്കാൻ പോലും അനുവാദം കിട്ടില്ല എന്ന് കൃത്യമായി ഹിന്ദുത്വത്തിനെതിരെ പറഞ്ഞ നാരായണ ഗുരു സമാധി അടഞ്ഞ സ്ഥലത്താണ് ആ സിനിമയുടെ ആദ്യ ഷോട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ കേരളത്തിന്റെ കപട നവോത്ഥാന കേരളത്തിന്റെ മുമ്പിൽ, ജാതിയില്ല കേരളത്തിന്റെ മുമ്പിൽ സവർണ ഹൈന്ദവത സമ്മാനിച്ച വൃത്തികെട്ട വാക്കുകൾ, ക്രൂരത നിറഞ്ഞ വാക്കുകൾ തന്നെയാണ് ഞങ്ങൾ തലക്കെട്ടുകളായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പലർക്കും അലോസരം തോന്നുമെങ്കിലും പ്രിയമുള്ളവരെ, ആ സിനിമയുടെ പേര് മറ്റൊന്നുമല്ല, ചോക്കുത്തിമോനും പന്നപ്പലയനും ഒരു തീവ്രവാദി കാക്കയും എന്നാണ് ആ സിനിമയുടെ ഞങ്ങൾ പേരിട്ടിരിക്കുന്നത്. സവർണ ഹൈന്ദവതയ്ക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടങ്ങൾ പ്രഖ്യാപിക്കാൻ ശ്രീനാരായണ ദർശനവേദിയുടെയും പിന്നോക്ക ദളിത് മുസ്ലിം കൂട്ടായ്മകളുടെയും സഹായ സഹകരണങ്ങൾ ആ സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. സിനിമ റിലീസാകുന്ന സമയത്തും നിങ്ങളുടെ സഹായങ്ങൾ ഉണ്ടാവണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ നിരന്തരം പറയുന്നൊരു കാര്യമാണ്, SIയുടെ പരിപാടിക്കൊക്കെ പോയപ്പോൾ കോഴിക്കോടും പറഞ്ഞിരുന്നു, സവർണ ഹൈന്ദവത അഥവാ ഹിന്ദുത്വ വംശീയത, അതിനെതിരെയുള്ള ഏത് പ്രക്ഷോഭങ്ങൾക്കും, ഏത് പോരാട്ടങ്ങൾക്കും, ഏത് പരിപാടികൾക്കും ആര് നടത്തുന്നു ഒന്നും നോക്കാതെ ഉപാധികളില്ലാതെ പങ്കെടുക്കേണ്ടത് ഈ രാജ്യത്തെ പിന്നോക്കക്കാരന്റെയും ദളിതന്റെയും ഈഴവന്റെയും നിലനിൽപ്പിന്റെ കൂടി ആവശ്യമാണെന്ന് പറയുന്നവരാണ് പ്രിയമുള്ളവരെ ഞങ്ങൾ. അത് മറ്റൊന്നും കണ്ടല്ല, നമുക്കറിയാം ബാബറി മസ്ജിദ് വിഷയം, അതോടൊപ്പം അത് ഗ്യാൻവാബിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. മധുര, ഈ അടുത്ത ട്രോളൊക്കെ ആയിട്ടുണ്ടായിരുന്നു, താജ്മഹൽ കാണാൻ വേണമെങ്കിൽ ഇപ്പൊ പൊക്കോട്ടോ എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ആ അവസ്ഥയിൽ എത്തിച്ചേർന്നു. താജ്മഹൽ ഉറൂസുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഹിന്ദു മഹാസഭയോ മറ്റോ കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് സത്യത്തിൽ RSS അല്ലെങ്കിൽ BJP പലരും പറയുന്ന പോലെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയ അധികാരത്തിന്റെ ഭാഗമായിട്ടോ മാത്രം നടത്തുന്ന പരിപാടിയായിട്ടല്ല നമ്മൾ നോക്കിക്കാണേണ്ടത്. മറിച്ച് RSSന്റെ സുദീർഘമായ ഒരുപാട് വർഷങ്ങളിലെ പദ്ധതികളുടെ ഭാഗം മാത്രമാണ് ഇതെല്ലാം. ഈ രാജ്യത്ത് ഇസ്ലാം വിരുദ്ധത ഉണ്ടാക്കാൻ, മുസ്ലിം സമുദായത്തിന്റെ ഉന്മൂലനം വരെയും ആഗ്രഹിച്ചിട്ടുള്ള കൃത്യമായ പദ്ധതികളുടെ ഭാഗമാണ് ഇതെന്നാണ് നമ്മളെ നോക്കിക്കാണുന്നത്. അത് ഒരു കൃത്യമായ സമയത്ത്, അത്രത്തോളം സവർണ ഹൈന്ദവത ക്രൂക്കഡാണ്, അതൊരു കൃത്യമായ സമയത്ത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ള പണിയാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ സവർണ ഹൈന്ദവ അല്ലെങ്കിൽ ഹൈന്ദവ
വംശീയതയ്ക്ക് മുന്നോട്ട് പോകാൻ അധികാരത്തിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് എവിടെയൊക്കെ ഏതൊക്കെ സമയങ്ങളിൽ അത് ഉപയോഗപ്പെടുത്തണമെന്നും കൃത്യമായ പ്ലാനിങ്ങിലൂടെ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ രാമക്ഷേത്ര നിർമ്മാണം അല്ലെങ്കിൽ ഗ്യാൻവാബി വിഷയങ്ങൾ, മധുര വിഷയങ്ങൾ, അത് കേവലം മുസ്ലിം സമുദായത്തിന്റെ വിഷയം മാത്രമായിട്ടല്ല നോക്കിക്കാണേണ്ടത്, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ നോക്കിക്കാണുന്നത്. ഇത് എന്താ പറയുക, രാജ്യത്തിന്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന, ബഹുസ്വരതയെ തകർക്കുന്ന, മതേതരത്വം ഇല്ലാതാക്കുന്ന ഒരു വലിയ വിഷയമായതുകൊണ്ട് മാത്രമല്ല ദളിത് പിന്നോക്ക ജനത ഇതിൽ ഐക്യപ്പെടണമെന്നും പറയുന്നത്. മറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ RSS എന്നാൽ സവർണ ഹൈന്ദവത, അതായത് ഹൈന്ദവ വംശീയത എന്നാൽ അത് കൃത്യമായ സവർണ ഹൈന്ദവതയാണ്. പലപ്പോഴും ഈ RSSഉം സംഘപരിവാർ സംഘടനകളും നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ രാജ്യത്തെ പിന്നോക്കക്കാരിലും ദളിതരെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരെ രാജ്യത്തിന്റെ മുസ്ലിങ്ങളാണ് നമ്മുടെ ശത്രുക്കൾ എന്ന് പറഞ്ഞുകൊണ്ട്, നമ്മൾ ഹിന്ദുക്കൾ ഒന്നാണെന്ന് പറഞ്ഞുകൊണ്ട്, ഈ ഹിന്ദുവിൽ കൂട്ടില്ല എങ്കിൽ പോലും ഹിന്ദുവിൽ തെരുവ് പട്ടിയുടെ വില പോലും ഈ പറയുന്ന ഈഴവർക്കോ പിന്നോക്കക്കാർക്കോ ദളിതർക്കോ ഇല്ല എങ്കിൽ പോലും അവരെ ഉപയോഗിച്ച് അവരെ ബലിയാടുകളാക്കി കൂടിയാണ് ഈ മുസ്ലിം ദംശനം അല്ലെങ്കിൽ മുസ്ലിം അപരമത വിദ്വേഷം അവരോട് പടർത്തുന്നത്. അപ്പോൾ കൃത്യമായ സവർണ ഹൈന്ദവതയെ അഡ്രസ് ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള സംഘപരിവാർ മുന്നേറ്റങ്ങളെ ശരിയായ രീതിയിൽ പ്രതിരോധിക്കാൻ പറ്റൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്കറിയാം, ബാബറി മസ്ജിദ് പൊളിക്കുന്നതിലേക്ക് അവർ വേഗത്തിലെത്താൻ ഉള്ള കാരണം എന്താ? 1949 അതിന്റെ പ്രാരംഭ പണികൾ തുടങ്ങിയെങ്കിലും 1991 മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ ഈ രാജ്യത്തെ പിന്നോക്കക്കാരനും ദളിതനും ഈ രാജ്യത്തിന്റെ സമ്പത്ത്, അധികാരം, ജുഡീഷ്യറി, അങ്ങനെ സകല മേഖലകളിലും പുറന്തള്ളപ്പെട്ടിരിക്കുകയാണെന്നും കേവലം 10% വരുന്ന സവർണർ മാത്രമാണ് ഈ കേരളം ഉൾപ്പെടുന്ന രാജ്യത്ത് അധികാരവും സമ്പത്തും ഭൂമിയും എല്ലാം കൈയടക്കി വെച്ചിരിക്കുന്നതെന്നും വന്നപ്പോൾ ഈ പറയുന്ന ജനതയ്ക്ക് സംവരണം ഏർപ്പെടുത്തിയപ്പോൾ 91 കേന്ദ്ര സർക്കാർ നിയമനങ്ങളിലും കേന്ദ്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സംവരണം വന്നത്. കേരളത്തിലെ അവസ്ഥയല്ല പറഞ്ഞത്. ഹിന്ദു വിഭജിക്കപ്പെടുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അദ്വാനി രഥയാത്ര പ്രഖ്യാപിച്ചു. മണ്ഡൽ വേഴ്സസ് കമണ്ഡൽ എന്നാണ് അതറിയപ്പെട്ടിരുന്നത്. അതായത് വിഘടിക്കപ്പെട്ടു പോകുമെന്ന് വിചാരിക്കുന്ന ഹിന്ദുവിൽ കൂട്ടാത്തവർക്ക് കൃത്യമായ സത്വബോധം വരുമെന്നും ഞങ്ങൾ ഈ ഹിന്ദുവിന്റെ ഭാഗമല്ലെന്നും ഈ രാജ്യം ഭരിക്കുന്നത് എല്ലാ കാലവും ഈ പറയുന്ന സവർണ ഹൈന്ദവതയാണെന്ന് പിന്നോക്കക്കാരനും ദളിതനും തിരിച്ചറിയുമെന്നും തോന്നിയപ്പോൾ അവന്റെ ഉള്ളിലേക്ക് ഇസ്ലാം വിരുദ്ധ പകർത്തിക്കൊണ്ടാണ് അവർ മുന്നേറ്റം ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഹിന്ദുത്വ വംശീയതയുടെ ഭാഗമാവാൻ പിന്നോക്കക്കാരനും ദളിതനും ഈഴവനും കേരളത്തിൽ ഉൾപ്പെടെ ഇല്ല എന്നും അതിനെതിരെ പോരാട്ടം നയിക്കേണ്ടത് മുസ്ലിം സമുദായത്തോടൊപ്പം ചേർന്ന് ആ യുദ്ധം നയിക്കേണ്ടത് കേരളത്തിലെയും രാജ്യത്തെയും പിന്നോക്കക്കാരന്റെയും ദളിതന്റെയും കടമയാണെന്ന് വിശ്വസിക്കുന്നവരാണ് പ്രിയമുള്ളവരെ ഞങ്ങൾ. നമ്മൾ സത്യത്തിൽ ഇത്തരത്തിൽ ഒരുപാട് പ്രതിഷേധ പരിപാടികളും പ്രസംഗങ്ങളും ഒക്കെ സ്വാഭാവികമായിട്ട് നടത്തും. നമ്മൾ അതിന് രോഷം പ്രകടിപ്പിക്കും. ഇപ്പൊ എൻ്റെ ബന്ധുക്കളുടെ ഒരു വീട്ടിലൊരു ഗ്രൂപ്പിൽ ഒരു അംഗമുണ്ട്, RSSകാരനാണ്. അപ്പോൾ ഞാൻ അവനിൽ നിന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് രാമക്ഷേത്രമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പലർക്കും അറിയാം, RSSകാരിലെ പലർക്കും അറിയാം. അവരുടെ ഉള്ളിലേക്ക് ഈ സവർണ ഹൈന്ദവരുടെ ലഹരി കയറ്റി വിട്ട് മുസ്ലിം മതവിദ്വേഷം പകർത്തിയാണ് അവർ ആ ഒരു ലഹരിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. പലർക്കും അറിയാം സത്യം. കാരണം ഈ എൻ്റെ ഈ ബന്ധു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ശബരിമല ഇഷ്യൂക്ക് വന്നപ്പോൾ ആദ്യം RSSന്റെ നിലപാട് സ്ത്രീകളെ കയറ്റാൻ വന്നായിരുന്നു, പിന്നെ മാറ്റി. അപ്പോൾ അവൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ആദ്യം ഇതിൻ്റെ പോയിരുന്നു, പിന്നെ ഒന്ന് മാറി, കാരണം ഒരു പിടിവള്ളി കിട്ടിയേക്കാണ്, പിടിച്ച് കയറാൻ പറ്റുമോ നോക്കുക എന്നുള്ള നയോണം. അന്ന് ആ ശൂദ്രലഹ നടത്തിയപ്പോൾ കേസിൽപ്പെട്ടവർ, തല്ലുകൊണ്ടവർ, പ്രതികളായവർ എല്ലാവരും ഈ പറയുന്ന ഈഴവരാതി ദളിത് പിന്നോക്ക വിഭാഗക്കാരായിരുന്നുള്ളതാണ് തമാശ. അപ്പം നമ്മൾ ഈ ഹിന്ദുത്വ അജണ്ടയെ ഇതിനൊക്കെ എങ്ങനെ പൊളിക്കണം എന്നുള്ള ഒരു ചിന്തകളും പദ്ധതികളും നേരത്തെ ആരോട് സൂചിപ്പിച്ചു, അതും കൂടി നമുക്കൊക്കെ ഉണ്ടാവണം. ഇതിനെങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത്? ഈ സവർണ ഹൈന്ദവരുടെ കുടില ബുദ്ധിയെ എങ്ങനെയാണ് പിന്നോക്കക്കാരനും ദളിതനും വരെ തിരിച്ചറിയാൻ അല്ലെങ്കിൽ തിരിച്ചറിയിപ്പിക്കാൻ നമ്മളെ കൊണ്ടും ഈ മുസ്ലിം സമുദായത്തിനെ കൊണ്ടും സാധിക്കുന്നത് ചെയ്യേണ്ടതുണ്ട്. കാരണം 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഇന്നലെ കഴിഞ്ഞ സുദേശം രഘു അറിയാം, നിങ്ങൾക്ക് പലർക്കും അറിയാൻ പറ്റുമായിരിക്കും. കാരണം സംവരണത്തെക്കുറിച്ചും ഇസ്ലാമോഫോബിയയെക്കുറിച്ചും ഒക്കെ കൃത്യമായി സംസാരിക്കുന്ന, കൃത്യമായി ഇടപെടുന്ന സുദേശേട്ടൻ്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. പുള്ളി കുറേ നാൾക്ക് മുമ്പ് എനിക്കതൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കേരളത്തിൽ ഈ ഇടതുപക്ഷം ആണല്ലോ പൊതുവെ RSSനെയും ഹൈന്ദവതയെയും ഒക്കെ പ്രതിരോധിക്കുന്നു, എല്ലാ അർത്ഥത്തിലും കായികമായിട്ടും ആശയപരമായിട്ടും ഒക്കെ പ്രതിരോധിക്കുന്നു. ഇപ്പോൾ കുറച്ച് ആളായിട്ടില്ല എന്ന് സത്യം, ആളുടെ പോസ്റ്റിലുണ്ട്. അപ്പോൾ ഇവിടുത്തെ സാംസ്കാരിക ഇടത് ബുദ്ധിജീവികൾ, എഴുത്തുകാർ നിരവധിയുണ്ട്.
അവരൊക്കെ ഇത്രയേറെ സംസാരിച്ചിട്ടും പ്രഭാഷണങ്ങൾ നടത്തിയിട്ടും എഴുതിയിട്ടുമൊക്കെ എന്തുകൊണ്ടാണ് ഇപ്പോഴും RSS അല്ലെങ്കിൽ സംഘപരിവാർ ആശയങ്ങൾ അല്ലെങ്കിൽ RSS അനുഭാവികൾ RSS അംഗങ്ങളൊക്കെ വർദ്ധിച്ചു കൊണ്ടുവരുന്നത് എന്ന് ഒരു സ്വയം വിമർശനാത്മകമായിട്ട് ഇവർ പറഞ്ഞു നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം പലരും പല ഉത്തരങ്ങൾ പറഞ്ഞു. എൻ്റെ ഒരു ഉത്തരം, എൻ്റെ ഒരു മറുപടി എന്ന് വെച്ചാൽ സുദേശോട് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾ ആ ആംഗിൾ ഞാനിവിടെ ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. സത്യത്തിൽ ഇടതുപക്ഷ ഈ പറയുന്ന ബുദ്ധിജീവികളോ സാംസ്കാരിക പ്രവർത്തകരോ ഒന്നും യഥാർത്ഥത്തിലുള്ള ഹിന്ദുത്വത്തെ ആക്രമിക്കാനോ അറ്റാക്ക് ചെയ്യാനോ അഡ്രസ് ചെയ്യാനോ തയ്യാറല്ല. എന്താണ് RSS, എന്താണ് സവർണ ഹൈന്ദവത എന്ന് ഇവർ ഒരിടത്തും പറയാറില്ല. വളരെ കാപട്യപൂർവ്വം ചില വിഷയങ്ങളൊക്കെ ഒളിച്ചു വെച്ച് അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ടുള്ള വർത്തമാനങ്ങൾ മാത്രമാണ് പലപ്പോഴും ഇടതുപക്ഷം പറയാറുള്ളത്. ഇതെന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ ഈ സത്യത്തിൽ ഒരു ഇത് നിങ്ങൾ അറിയേണ്ടതാണ്. അതായത് കേരളത്തിൽ ഈ രാജ്യത്ത് RSSന്റെ അജണ്ടയായ സവർണ സംവരണം നടപ്പിലാക്കിയത് ആദ്യമായിട്ട് കേരളത്തിലാണ്. മുസ്ലിം സമുദായത്തെ ബാധിക്കുന്ന വിഷയമല്ല, എന്നാൽ അത് അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്നിട്ട് ഇവിടുത്തെ പിന്നോക്കക്കാരും ദളിതരും ആയവരെ കൊണ്ട് തന്നെ വെല്ലുവിളിപ്പിക്കും. ഞങ്ങളാണ് ആദ്യമായിട്ട് സവർണ സംവരണം നടപ്പിലാക്കിയത്. 96% ആളുകൾ ദേവസ്വം പോലുള്ള ക്ഷേത്രങ്ങളിൽ നമ്പൂരിമാരും നായന്മാരും അമ്പലവാസികളൊക്കെയാണ് ജോലി ചെയ്യുന്നത്. ഈഴവരും ദളിതരൊക്കെ ആകെ 5% 10% ഒക്കെ ഉണ്ടാവുള്ളൂ. എന്നിട്ട് വീണ്ടും അവർക്കൊരു 10% കൊടുത്തേക്കാണ്. എന്നിട്ട് BJPനെ വെല്ലുവിളിക്കും. ഞങ്ങൾ സവർണ സംവരണം നടപ്പിലാക്കി, നിങ്ങൾ ഇനി ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്ന് നടപ്പിലാക്കാൻ പറഞ്ഞു. അവർ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്ന് ലോക്സഭയിലും രാജ്യസഭയിലും CPM-ഉം ഇടതു പാർട്ടികളും കോൺഗ്രസ് ഒക്കെ കൂടി പാസ്സാക്കി. പിറ്റേ ദിവസം കേരളത്തിൽ 10% സവർണ സംവരണം കൊടുത്തു. ഈഴവനും ദളിതനും പിന്നോക്കാരനും മുസ്ലിമിനും നമ്മളുടെ കുട്ടികൾക്കും നമ്മളുടെ ചെറുപ്പക്കാർക്കും നമ്മുടെ ചെറുപ്പക്കാരികൾക്കും അവകാശപ്പെട്ട തൊഴിലിടങ്ങളിൽ നിന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും 4 വർഷമായി നമ്മൾ ആട്ടിയോടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെയൊന്നും ഈ ഇടതുപക്ഷ പ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരും ഒന്നും ഉണ്ടില്ല. ഇവിടെ BJP-യും ഇടതുപക്ഷവും ചില ഏരിയകളിലെങ്കിലും ഹിന്ദുത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്, ഹിന്ദുത്വയുടെ വക്താക്കളാണെന്ന് തുറന്നു പറയാൻ ഇടതു മനസ്സുള്ളവരെങ്കിലും തയ്യാറാവണം. ഈ ഇടതിന്റെ ഹൈന്ദവതയെ എതിർത്താൽ മാത്രമേ ഇവിടുത്തെ BJP-കാരനായി നടക്കുന്ന പിന്നോക്കക്കാരന്റെ ഉള്ളിൽ ചലനം സൃഷ്ടിക്കാൻ പറ്റൂ. ഇവിടെ BJP-ക്ക് വേണ്ടി സംഘപരിവാറിന് വേണ്ടി ദളിതനും ഈഴവനും വെട്ടാനും ചാവാനും പോകുന്നവന്റെ മനസ്സിൽ ചലനങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ, അവന്റെ മുസ്ലിം വിരുദ്ധ അവസാനിപ്പിക്കണമെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഹിന്ദുത്വത്തെ, ഇടതുപക്ഷത്തിന്റെ സവർണ ഹൈന്ദവതയെ എതിർക്കാൻ നിരന്തരം അഭിപ്രായം പറയാൻ, ചങ്കൂറ്റം കാണിക്കാൻ ഇവിടുത്തെ ഇടത് സാംസ്കാരിക പ്രവർത്തകരായ അടിമകളായ കമ്മ്യൂണിസ്റ്റുകാർ തയ്യാറാവണം. അതിന് തയ്യാറല്ല. ഒന്ന് ആലോചിക്കണം. 10% ഞാൻ ഇത് പറയാൻ കാരണം എന്നറിയോ, പലപ്പോഴും പലർക്കും ഇതിന്റെ മാനദണ്ഡങ്ങളൊന്നും അറിയൂല. നമ്മളുടെ മക്കളെ ആട്ടിയകറ്റുന്ന പാവപ്പെട്ടവർക്കാണ് സംവരണം കൊടുക്കുന്നതാണ് പറയുന്നത്. പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ട ഒന്നല്ല സംവരണം, സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷനിൽ ബാക്ക്വേർഡ്, സാമൂഹികപരമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്നവർക്ക് കൊടുക്കേണ്ടതാണ് സംവരണം. പോട്ടെ, ഇനി സവർണറിൽ കുറെ പാവപ്പെട്ടവരുണ്ടെന്ന് പറയുന്നത് കൊടുത്തേക്കാം. അപ്പൊ പാവപ്പെട്ടവരാകാനുള്ള മാനദണ്ഡം ഞാൻ ഇന്നലെ ഒരു ഇടതുപക്ഷ സുഹൃത്തിനോട് ഇത് പറഞ്ഞു. അപ്പൊ അവൻ സവർണ സംവരണത്തിനൊക്കെ എതിരാണ്. പക്ഷെ മാനദണ്ഡം കേട്ടപ്പോൾ പറഞ്ഞു, പിന്നെ ഇതാണ് മാനദണ്ഡം, ഇപ്പൊ ഇടയ്ക്കടന്ന് പറഞ്ഞോട് ഇത് ഒരിക്കലും പിണറായി വിജയൻ നടത്തിയാകൂല എന്ന് പറയുന്നത്. മാനദണ്ഡം കേട്ടാൽ നമുക്ക് ചിരി വരും. ഒരു തെലുങ്ക് സിനിമ പോലെ അല്ലെങ്കിൽ തമിഴ് സിനിമ പോലെ ഒരു ഫാന്റസിക്കൽ നിയമമാണ് ഈ സവർണ സംവരണത്തിന്റെ നിയമം. ഒന്ന് ആലോചിക്കണം. കൊച്ചി കോർപ്പറേഷനിൽ, തൃശൂർ കോർപ്പറേഷനിൽ 50 സെന്റ് ഭൂമിയുള്ള സവർണൻ നായരും നമ്പൂതിരിയും സവർണ ക്രിസ്ത്യാനിയും പാവപ്പെട്ടവരാണെന്നാണ് ഇവിടെ 5 സെന്റ് ഭൂമി പോലും ഇല്ലാത്ത ഈഴവ ജനതയോടും മുസ്ലിം ജനതയോടും ഈ ഇടതുപക്ഷ സർക്കാർ പറയുന്നത്. പഞ്ചായത്തിൽ 2.5 ഏക്കർ ഭൂമിയുള്ളവൻ പാവപ്പെട്ടവനാണെന്നാണ് ഈ ഇടതുപക്ഷ സർക്കാർ BJP-യോടൊപ്പം ചേർന്ന് നമ്മളോട് പറയുന്നത്. മുനിസിപ്പാലിറ്റിയിൽ, ഞാനൊക്കെ താമസിക്കുന്ന കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ എൻ്റെ അച്ഛനാകുന്നത് 10 സെന്റ് ഭൂമിയാണ്. 5 ലക്ഷം രൂപ വെച്ച് 50 ലക്ഷം, 10 ലക്ഷപ്രഭുവാണ്. അവിടെ 75 സെന്റ് ഭൂമിയുള്ള സവർണൻ പാവപ്പെട്ടവനാണെന്നാണ് കേവലം ഭൂമി പോലുമില്ലാത്ത ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും BJP-ക്കും വേണ്ടി ജാഥയ്ക്ക് പോകുന്ന അടിമകളെ ഉപയോഗിച്ചുകൊണ്ട് ഈ നിയമം പാസാക്കിയത്. ഇതിനെതിരെ പറയണം. ഇത് ഹിന്ദുത്വമാണ്. അങ്ങനെ CPM-ലുണ്ട് ഹിന്ദുത്വം, കോൺഗ്രസിലുണ്ട് ഹിന്ദുത്വം, അല്ലെങ്കിൽ സവർണ ഹൈന്ദവത. എന്തിനു മുസ്ലിം ലീഗിൽ വരെ ഇത്തരത്തിലുള്ള സവർണ ഹൈന്ദവത പെടാം, നമ്മളിൽ പെടാം. ഈഴവരാതി ദളിത് പിന്നോക്ക സമൂഹം ഹിന്ദു എന്ന് പറഞ്ഞ് അഭിരമിക്കുന്നത് ഇപ്പോൾ അത് ഹിന്ദുത്വയുടെ വിജയമാണ്, സവർണ ഹൈന്ദവതയുടെ വിജയമാണ്, NSSന്റെ വിജയമാണ്, RSSന്റെ വിജയമാണ്. ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങൾ ഈഴവരാതി പിന്നോക്ക വിഭാഗങ്ങളെ ഹിന്ദു എന്ന് അഭിസംബോധന ചെയ്യുന്നതിൽ സത്യത്തിൽ സന്തോഷിക്കുന്നത് കേരളത്തിലെയും രാജ്യത്തെയും സവർണ ഹൈന്ദവതയാണ്. അങ്ങനെ അത്രത്തോളം അപകടകരമായിട്ടാണ് ഹിന്ദുത്വം ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ പറയുന്ന ഹിന്ദു
ഈ പറയുന്ന ഹിന്ദു എന്ന സംവിധാനം, ഹിന്ദു SLC ബുക്കിലെ ഹിന്ദു ഒക്കെ പിടിച്ച് ഇതെന്താണ് പറയുന്നത് വെച്ചാൽ BJP-നെ അല്ലെങ്കിൽ RSS-നെ എങ്ങനെ അഡ്രസ് ചെയ്യണം എന്നുള്ളതാണ് ചുരുങ്ങിയ. പക്ഷെ കേരളത്തിലെങ്കിലും, കാരണം എൻ്റെ ഒരു കൂട്ടുകാരി പറയും, അർച്ചന കുറുപ്പ് എന്ന് പറഞ്ഞിട്ട് കുറിപ്പ് കിട്ടിയപ്പോൾ അവൾ പറയും, പൊന്നു പ്രശാന്തേ, ഈ നായർ സമുദായം നമ്പൂരി സമുദായത്തിലൊക്കെ ജനിച്ച ഞങ്ങളുടെ ആൾക്കാർ BJP-ക്കായി പോയ തെറ്റൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇപ്പം മന്നത്താചാര്യൻ അന്നേ പറഞ്ഞിട്ടുണ്ട്, NSS-ന്റെ സ്ഥാപകൻ, ഹിന്ദുക്കളുടെ ആലംബവും ആശാകേന്ദ്രവും RSS ആണെന്ന് ഗോൾവാൾക്കറിന്റെ മുന്നിൽ വെച്ചുള്ള ഒരു പ്രസംഗത്തിൽ. അപ്പൊ തെറ്റ് പറയാൻ പറ്റൂല. ഈ പിന്നോക്കക്കാരായ ആളുകൾ എന്ത് കണ്ടിട്ടാണ് ഈ പോകുന്നതെന്ന് പറയും. അതിൽ വലിയ ദുഃഖമുണ്ട് സത്യത്തിൽ. അത് അറിവില്ലായ്മ, അത് ഇവരുടെ കൃത്യമായ ഇടപെടലുകൊണ്ട് സംഭവിക്കുന്നത്. അപ്പൊ ഈ ഹിന്ദുക്കൾ എന്ന് പറയുന്നവർ, നമ്മളൊക്കെ ഹിന്ദുക്കളാണെന്ന് പറഞ്ഞ് ഇവിടെ നാമജപഘോഷയാത്ര നടത്തി കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചവർ, ഇവരൊക്കെ എന്താണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കേരളത്തിലെ ദേവസ്വം ബോർഡ് അമ്പലങ്ങൾ, ഈ അമ്പലങ്ങളിൽ പൂജാരി മുതൽ ഗുരുവായൂർ, കൂടൽമാണിക്യം, ഇരിങ്ങാലക്കുട, അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം എന്ന എണ്ണിയാലൊടുങ്ങാത്ത അമ്പലങ്ങളിൽ പൂജാരി മുതൽ പല ജോലികളിലും കൊട്ട്, മറ്റേ പൂന്നൂർ, അങ്ങനെയൊക്കെ കുറേ ജോലികളുണ്ട്. ഇതിലൊക്കെ അതാണ് 96% വരുന്നുള്ളത്. ഇതൊക്കെ അവർക്ക് മാത്രമായി കൊടുത്തിരിക്കുകയാണ്. അവിടെ ജാതി ഭേദമന്യേ ഈ പൂജ അറിയുന്ന ഇടവനെങ്കിൽ പൂജ അറിയുന്ന ഇടവൻ, പൂജ അറിയുന്ന ദളിതനെങ്കിൽ പൂജ അറിയുന്ന ദളിതൻ, അങ്ങനെ നിയമനം കൊടുക്കാൻ വേണ്ടി ഈ ഹിന്ദുക്കൾ ഒന്നാണെന്ന് പറയുന്ന BJP-യോ RSS-ഓ തയ്യാറാവുമോ എന്ന് ചോദിച്ചാൽ അവർ തയ്യാറാവില്ല. എവിടെ പോയി ഹിന്ദു എന്ന് ചോദിക്കാൻ നമുക്കവിടെ പറ്റും. ഹിന്ദുക്കൾ ഒന്നല്ല, ഹിന്ദുക്കളിൽ കൃത്യമായ ജാതിയുണ്ട്. ഈഴവരോ ദളിതരോ പിന്നോക്കക്കാരോ ഹിന്ദു സംവിധാനത്തിൽ ഇല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കും. ഇവർ പറയില്ല, ഇതോർ വിളിച്ചു ചോദിക്കും. അങ്ങനെ ഹിന്ദുത്വത്തിന് വേണ്ടി സംസാരിക്കുന്ന, ഒരർത്ഥത്തിൽ പരോക്ഷമായി സംസാരിക്കുന്ന ഇത്തരം സാംസ്കാരിക പ്രവർത്തകരും നമ്മളെ ഇങ്ങനെ തെറ്റിദ്ധരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ UDF മിനിസ്ട്രിയിൽ എന്തായിരുന്നു പുകില്. അതായത് ഒരു ആറാം മന്ത്രി അങ്ങാണ്ട് മുസ്ലിം ലീഗിന്റെ വന്നപ്പോ, അപ്പൊ NSS-ഉം RSS-ഉം പിന്നെ ഇടതുപക്ഷവും എല്ലാം പറഞ്ഞ് സാമുദായിക പ്രാതിനിധ്യം നഷ്ടപ്പെടും. ഇവിടെ ഇപ്പൊ 11ാമത്തെ നായർ മന്ത്രിയായി കേരളത്തിൽ. ഒരു സാമുദായിക പ്രാതിനിധ്യത്തിന് ഒരു പ്രശ്നവുമില്ല. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി കൊടി പിടിച്ച് നടക്കുന്ന, ചവാൻ നടക്കുന്ന, പ്രസവിച്ചു കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞാൽ പിഞ്ചു കുഞ്ഞിനെ എടുത്ത് വരുന്നു ഈ ഗുലാബ് വിളിക്കുന്ന അവരെ നിർത്തിയിട്ടാണ് 11ാമത്തെ നായർ മന്ത്രി കൊടുത്തേക്കുന്നത്. ഇങ്ങനെ കൃത്യമായ സവർണ ഹൈന്ദവ അജണ്ടകളെ കുറിച്ച്, സവർണ ഹൈന്ദവതയെ കുറിച്ച് നമ്മളും സംസാരിക്കണം. എല്ലാവരും സംസാരിച്ച് ഒരു മുന്നോട്ട് പോക്കുണ്ടാവേണ്ടതുണ്ട്. കേരളത്തിലെ നേരത്തെ പറഞ്ഞു 10% സംവരണം എന്ന്, ഇത് സെൻസസ് ഒന്നും എടുത്തിട്ടില്ല, എത്ര പേരുണ്ടെന്ന് അറിയില്ല. കേരളത്തിലെ ഏകദേശം മുസ്ലിം സമുദായം 30%, ഈഴവ സമുദായം 30% ഉണ്ടാവും. ഇവർക്കാകെ, നമ്മുടെ മക്കൾക്കൊക്കെ ആകെ 7% ഉള്ളൂ സംവരണം. അപ്പൊ ഇവർക്ക് കിട്ടുന്നതോ 10%. ഇപ്പൊ ഇത്രയും കാലം റിറ്റുവാദൊക്കെ പറയുന്നു. ഈ കണ്ട ചോമാരും മുസ്ലിങ്ങളും ദളിതുകളും അങ്ങനെ ഇവരൊക്കെയാണ് കൊണ്ടുപോകുന്നത് നമ്മുടെയൊക്കെ സീറ്റ് എന്ന് പറഞ്ഞ സവർണർക്ക് ഒട്ടും പഠിക്കൊന്നുമില്ല, അവർക്ക് മെറിറ്റൊന്നും നോക്കൂല എന്ന് പറഞ്ഞവരുടെ തമാശ നമ്മൾ ഇപ്പോൾ അറിയണം. 1000 റാങ്കുള്ള ഈഴവനോ മുസ്ലിമിനോ മക്കൾക്കൊന്നും സീറ്റില്ല MBBS-നൊന്നും. ഇത് എഞ്ചിനീയറിംഗിലും LLB-ക്കും അങ്ങനെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഈ സംഭവം ഉണ്ട്. 5000-6000 റാങ്കുള്ള പാവപ്പെട്ട തൃശ്ശൂരത്തെ പാവപ്പെട്ട കോടീശ്വരന്റെ മക്കൾക്ക് സീറ്റുണ്ട്. ഇതാണ് നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ഹിന്ദുത്വ അജണ്ടകൾ നടപ്പിലാക്കുമ്പോൾ നമ്മൾ ദളിതർ, മുസ്ലിങ്ങൾ, ഈഴവർ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നു എന്നുള്ള ചോദ്യം പ്രസക്തമാണ് ഇവിടെ. എന്നെ സംബന്ധിച്ചിടത്തോളം വേണമെങ്കിൽ ഞാൻ പറയും, ബാബറി മസ്ജിദ് പൊളിക്കുന്നത് പോലെ, ഗ്യാൻവാബിയിൽ കയറുന്നത് പോലെ തന്നെ മറ്റൊരു തരത്തിലുള്ള ക്രൂരതയാണ് സവർണ സംവരണം. കാരണം നമ്മളുടെ ജനതയെ കൊല്ലാതെ കൊല്ലുന്ന സവർണ ഹൈന്ദവ അജണ്ടയാണ് സവർണ സംവരണം. അത് പറയാൻ മടിക്കരുത്, അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. കാരണം ഈഴവ സമുദായത്തിന്റെ, പിന്നോക്കക്കാരുടെ, ദളിതരുടെ ഇടയിൽ ചലനങ്ങൾ സൃഷ്ടിക്കണമെങ്കിൽ നമ്മളുടെ കുട്ടികളുടെ, നമ്മളുടെ കുഞ്ഞുമക്കളുടെ ഭാവി തകർക്കുന്ന ഈ സവർണ ഹൈന്ദവ ഇടപെടലുകളെ കുറിച്ച് നാം പറയണം. കേരളത്തിലെ 30% വരുന്ന ഈഴവരും മുസ്ലിങ്ങളും ബാക്കി വരുന്ന ദളിതരും പിന്നോക്കക്കാരും ചേർന്നുള്ള സവർണ ഹൈന്ദവതയ്ക്കെതിരെയുള്ള പോരാട്ടങ്ങൾ നാം സ്വപ്നം കാണണം. അത് ഹിന്ദുത്വ വംശീയതയ്ക്കെതിരെയുള്ള പോരാട്ടങ്ങളായിരിക്കും പ്രിയമുള്ളവരെ. അത്തരത്തിലുള്ള പോരാട്ടങ്ങൾക്ക് സോളിഡാരിറ്റിയും ജമാഅത്ത് ഇസ്ലാമിയും പോലുള്ളവർ നേതൃത്വം കൊടുക്കണം. അതിന് ശ്രീനാരായണ ദർശനവേദിയുടെയും ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ഞാൻ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവും, സഹകരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുൻഗാമികൾ അവർ ഇന്നലകളിൽ നടത്തിയ പോരാട്ടങ്ങൾ, അവരുടെ ചോരയും വിയർപ്പും ജീവിതവും സ്വപ്നങ്ങളും ഒക്കെ കൊടുത്തത് നമ്മുടെ ഇന്നിനു വേണ്ടിയായിരുന്നു. ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ നിലനിർത്താൻ വേണ്ടിയായിരുന്നു. ഈ രാജ്യത്തിന്റെ വൈവിധ്യങ്ങളെ നിലനിർത്താൻ വേണ്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നിനെ വിളിച്ചറിയാൻ ഒരു പോരാട്ടത്തിന്റെ നാളുകളിൽ നാം തയ്യാറായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ആ പോരാട്ടത്തിന് എല്ലാവിധ പിന്തുണയും ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രിയമുള്ളവരെ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ.